കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1ാം ക്ലാസ്സിലെ മലയാളം ആനുവൽ എക്സാമിനേഷന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രവർത്തനം 1. ചിത്രം നോക്കി കളങ്ങൾ പൂർത്തിയാക്കുക. നോക്കൂ കൂട്ടുകാരെ, ഇത് എന്തെല്ലാം ചിത്രങ്ങളാണ് കൂട്ടുകാർക്ക് കാണുന്നത്? ബസ്, പിന്നെ ഇതെന്താ? മണ്ണുമാന്തി യന്ത്രം, ബോട്ട്, തോണി, സൈക്കിൾ, തീവണ്ടി, റോക്കറ്റ്, വിമാനം, കപ്പൽ, ലോറി, ഹെലികോപ്റ്റർ. അപ്പോൾ ഇത്രയും ചിത്രം നോക്കി തന്നെ നിങ്ങൾക്കതിൻ്റെ പേര് പറയാൻ കഴിയില്ലേ? ഇനി അതവിടെ എഴുതിയിട്ടുമുണ്ട്, ആ പേരുകൾ അവിടെ എഴുതിയിട്ടുമുണ്ട്. അപ്പം ഈ ചിത്രം നന്നായി നോക്കിയിട്ട് ഇനി വരുന്ന കളങ്ങൾ കൂട്ടുകാർ പൂരിപ്പിക്കണം. ഇനി നമുക്ക് എന്താണ് പൂരിപ്പിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ എന്താണ് കളങ്ങളിൽ നമ്മൾ എഴുതേണ്ടത്? വായിച്ചേ. കരയിലൂടെ, വെള്ളത്തിലൂടെ, ആകാശത്തിലൂടെ. അപ്പോൾ ആ ചിത്രത്തിലെ കരയിലൂടെ വരുന്ന വാഹനങ്ങൾ എവിടെ എഴുതണം? കരയിലൂടെ എന്ന കോളത്തിൽ എഴുതണം. വെള്ളത്തിലൂടെ വരുന്ന വാഹനങ്ങൾ വെള്ളത്തിലൂടെ എന്നുള്ള കോളത്തിൽ എഴുതണം. ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ആകാശത്തിലൂടെ ഉള്ള കോളത്തിൽ എഴുതണം. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ചിത്രം ഒന്നും കൂടി നോക്കിയാലോ? ഏതൊക്കെയാണ് കരയിലൂടെ വരുന്നത്, ഏതൊക്കെയാണ് വെള്ളത്തിലൂടെ പോകുന്നത്, ഏതൊക്കെയാണ് ആകാശത്തിലൂടെ പോകുന്നതൊക്കെ ഒന്ന് നോക്കിയാലോ? എന്നിട്ട് കൂട്ടുകാർ പറയണം, കരയിലേതാണ്, വെള്ളത്തിലേതാണ്, ആകാശത്തിലേതാണ്. അപ്പോൾ വാഹനങ്ങൾ 3ആയിട്ട് തരംതിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രം നോക്കിയാലോ? കരയിലൂടെ വരുന്ന വാഹനങ്ങൾ ഏതൊക്കെയാ? ബസ്, മണ്ണുമാന്തി യന്ത്രം, സൈക്കിൾ, തീവണ്ടി, ലോറി. ഇനി നമുക്ക് വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതാ? ബോട്ട്, പിന്നെയോ തോണി, കപ്പൽ, അല്ലേ? ഇനി നമുക്ക് ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ നോക്കാം. ഏതൊക്കെയാണ് ആകാശത്തിലൂടെ പോകുന്നത്? വിമാനം, റോക്കറ്റ്, ഹെലികോപ്റ്റർ. ഇതുപോലെ ചിത്രങ്ങൾ തന്നിട്ട് അത് വെള്ളത്തിലൂടെയാണോ, കരയിലൂടെയാണോ, അതുപോലെ ആകാശത്തിലൂടെയാണോ പറക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് പ്രവർത്തനം 2 നോക്കാം. ആരാണ് സൂപ്പർ? അവിടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് മഞ്ഞൾ, തക്കാളി, മത്തങ്ങ, മുരിങ്ങക്കായ, ചേന, കുമ്പളങ്ങ. പിന്നെ ചിത്രങ്ങൾ നോക്കൂ, അവിടെ എന്തൊക്കെ ചിത്രങ്ങളുണ്ട്? കുമ്പളങ്ങയുടെയും ചേനയുടെയും, ക്യാരറ്റ്, തക്കാളി, മുരിങ്ങക്കായ, മത്തങ്ങ, ഇങ്ങനെ ചിത്രങ്ങളും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ചുവന്ന നിറം, തുടുത്ത കവിളുകൾ, പുളിക്കും മധുരിക്കും, ഞാനല്ലാതെ അടുക്കളയില്ല. ആരാവും? ഞാനില്ലാതെ അടുക്കളയില്ല. ആരാവും? ചുവന്ന നിറമാണ്, തുടുത്ത കവിളാണ്, പുളിക്കും മധുരിക്കും, ഞാനില്ലാതെ അടുക്കളയില്ല. നമുക്ക് തന്ന ചിത്രത്തിലെ ആരാവും ചുവന്ന നിറത്തിലെ, തുടുത്ത കവിളിലെ, പുളിക്കുന്നതും മധുരിക്കുന്നതുമായ പച്ചക്കറി ഏതാ? അതാണ് തക്കാളി. അപ്പം ആ ചിത്രത്തിലുണ്ട് തക്കാളി. എന്നിട്ട് എന്ത് ചെയ്യണം? ആ ബ്രാക്കറ്റിൽ നിന്ന് തക്കാളി എന്നുള്ളത് എടുത്ത് നമ്മൾ ഇവിടെ എഴുതണം. അപ്പോൾ ഒന്ന് എഴുതി നോക്കിയേ, തക്കാളി. അടുത്തത്, എപ്പോഴും പൗഡർ ഇട്ട് കാണാം. വലുപ്പത്തിൽ കേമത്തി, പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത്. ആരാ? എപ്പോഴും പൗഡർ ഇട്ട് കാണാം. നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. പൗഡറും പൂശി നിൽക്കുന്നത് ആരാ? വലുപ്പത്തിൽ കേമത്തിയും പുളിശ്ശേരിയും ഓലനിലും ഒന്നാമതുമാണ്. ആരാണ് ആള്? നമ്മുടെ ഈ ചിത്രത്തിലുണ്ട്. ഇവിടെ ബ്രാക്കറ്റിൽ അത് എഴുതിയിട്ടുമുണ്ട്. അതിൽ നിന്ന് നമ്മൾ എടുത്തെഴുതണം. ഇവിടെ എഴുതണം. എന്തെഴുതണം? കുമ്പളങ്ങ. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്തത്, കണ്ടാൽ ഞാൻ ചെണ്ടക്കോൽ, ഞാനില്ലാതെ സാമ്പാറും അവിലുമില്ല. ചെണ്ടക്കോല് പോലെയുള്ളത് എന്താ? കണ്ടാൽ ഞാൻ ചെണ്ടക്കോൽ, ഞാനില്ലാതെ സാമ്പാറും അവിലുമില്ല. സാമ്പാറിലും അവിലിലും ഇടുന്ന പച്ചക്കറി ഏതാ? വടി പോലെ നീളത്തിലുള്ള പച്ചക്കറി. ആ പച്ചക്കറി
ചിത്രം നോക്കി ബ്രാക്കറ്റിൽ നിന്ന് കൂട്ടുകാർ കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. ഏതാ പച്ചക്കറി? മുരിങ്ങക്കായ. അടുത്തത് പ്രവർത്തനം 3. കൂട്ടുകാർ വിവിധ തരം വീടുകൾ കണ്ടിട്ടില്ലേ? ചിത്രം നോക്കി വീടുകളുടെ പേരെഴുതുക. അപ്പോൾ ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ പല വിധത്തിലുള്ള വീടുകളാണ്. ഈ വീടുകളുടെ പേരുകൾ ചിത്രം നോക്കിയിട്ട് ഈ കളങ്ങളിൽ എഴുതണം. ഏതൊക്കെ വീടുകൾ? ഏറുമാടം, ഇഗ്ലു, കുടിൽ, അപ്പാർട്ട്മെൻറ്റ്, ഹൗസ് ബോട്ട്. ഇപ്പം ഇതിലെ ഇഗ്ലു എന്നുള്ളത് മാത്രം തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ആ കളങ്ങളിൽ എഴുതി ചേർക്കണം. ഇപ്പം എന്തൊക്കെയാണ്? ഏറുമാടം, കുടിൽ, ഹൗസ് ബോട്ട്, അപ്പാർട്ട്മെൻറ്റ്. ഓക്കെ. അടുത്തത് പ്രവർത്തനം 4. നല്ല ആരോഗ്യത്തിന് നാം കഴിക്കുന്ന ആഹാരത്തിന് ചിത്രം നോക്കി ടിക്കിടുക. നല്ല ആരോഗ്യത്തിന് വേണ്ടി നാം കഴിക്കുന്ന ആഹാരത്തിന് അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം? ടിക്കിടണം. അപ്പം നമുക്ക് ചിത്രം നോക്കിയാലോ? ഇതിലേതൊക്കെയാണ് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നാം കഴിക്കേണ്ടത്? ഇവിടെ ഒരു കുപ്പിയിൽ എന്തായിരിക്കുന്നത്? അവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. എന്തിട്ടാണ്? പാൽ. നല്ല ആരോഗ്യത്തിന് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് പാൽ. പിന്നെയോ ധാരാളം പഴവർഗ്ഗങ്ങൾ കഴിക്കണം. അടുത്ത കുട്ടയിൽ എന്താണ്? ദാ മുന്തിരിയും ആപ്പിളും പഴങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ കുട്ട നിറയെ എന്താണ്? പഴങ്ങളാണ്. അത് നല്ല ആരോഗ്യത്തിന് കഴിക്കേണ്ടതാണ്. അപ്പോൾ അവിടെയും നമ്മൾ ടിക്കിടണം. ഐസ്ക്രീം നല്ല ആരോഗ്യത്തിന് കഴിക്കുന്നതാണോ? അല്ല അല്ലേ? പച്ചക്കറികൾ നിറഞ്ഞ ഒരു കുട്ട കണ്ടോ? ആ കുട്ടയിലെ പച്ചക്കറികൾ നല്ല ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന പലഹാരങ്ങൾ ഇത് നല്ല ആരോഗ്യത്തിന് കഴിക്കുന്നതാണോ? അല്ല അല്ലേ? 2 ചാക്കുകളിലായിട്ട് ഇരിക്കുന്നത് എന്താണ്? അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? ഗോതമ്പ്, അരി. ഇത് നല്ല ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്നതാണോ? നമ്മുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടി ഗോതമ്പും അരിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഭക്ഷണം വെച്ച് കഴിക്കുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ ടിക്കിടണം. പിന്നെയോ? പിന്നെ ഇതേ മുട്ടയിരിക്കുന്നു, ഇറച്ചിരിക്കുന്നു, മീനിരിക്കുന്നു. ഇത് നല്ല ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണമാണോ? അതെ, ഇത് നല്ല ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണമാണ് ഇറച്ചി, മീനും മുട്ടയൊക്കെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? ടിക്കിടണം. അപ്പോൾ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണ് നല്ല ആരോഗ്യത്തിന് വേണ്ടി കഴിക്കുന്ന ആഹാരങ്ങൾ? പാല്, പഴങ്ങൾ, പച്ചക്കറികൾ, അരി, ഗോതമ്പ്, പിന്നെ മുട്ട, മീൻ, ഇറച്ചി. ഇതിനൊക്കെ നമ്മൾ ടിക്കിടണം. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആനുവൽ എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.